ഹരേ കൃഷ്ണ. ജൂൺ മാസം വൃശ്ചിക രാശിക്കാരുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരും? ജോലി, ധനം, കുടുംബം, ആരോഗ്യം, വിവാഹം തുടങ്ങി എല്ലാ വിഷയങ്ങളിലും ജൂൺ മാസം ഈ രാശിക്കാർക്ക് അനുകൂലമാണോ? ഏതിനാണ് ജാഗ്രത വേണ്ടത്? അതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി ഞാൻ വിശദീകരിക്കുന്നത്. ജൂൺ മാസം വൃശ്ചിക രാശിക്കാർക്ക് ചില ഉയർച്ചകളും താഴ്ചയും ഒക്കെയുള്ള കാലഘട്ടമായിരിക്കും. ഗ്രഹങ്ങളായ രാഹു, കേതു, ശനി, വ്യാഴം എന്നിവയുടെ ചലനം വിവിധ മേഖലകളിൽ ഫലപ്രദമായ മാറ്റങ്ങൾ ഉണ്ടാക്കും. രാശിചക്രത്തിൽ 8ാമത്തെ രാശിയാണ് വൃശ്ചിക രാശി. വൃശ്ചിക രാശിയുടെ സ്വാമി ചൊവ്വയാണ്. അപ്പോൾ ഈ വൃശ്ചിക രാശിയിൽ നിങ്ങളുടെ ജന്മം എന്തിനാണ് എടുത്തത്? ഇതിൻ്റെ പുറകിൽ നിങ്ങൾ ഈ ലോകത്തിന് കൊടുക്കുവാനായിട്ട് വന്നവരാണ്, വാങ്ങിക്കുവാൻ അല്ല. അത് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എപ്പോഴും അത് ഓർമ്മ വേണം. നിങ്ങളെ സ്വന്തം കഠിനാധ്വാനം കൊണ്ട് മാത്രം ഉയർത്തുവാൻ പോകുന്ന ഒരു രാശിയാണ് വൃശ്ചിക രാശി. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ഓരോ നിമിഷവും പ്രവർത്തിക്കാൻ. നിങ്ങൾക്ക് ഈ ലോകത്ത് തരുവാൻ ആരുമില്ല, നിങ്ങൾക്ക് കടം കൊടുക്കുവാൻ മാത്രമേ ഉള്ളൂ. മുൻജന്മ പ്രാരാബ്ദം കൊണ്ട് മാത്രമാണ് ഈ വൃശ്ചിക രാശിയിൽ ജന്മമെടുക്കുന്നത്. ചൊവ്വ ഇപ്പോൾ 9th ഹൗസിലാണ്. 7 ജൂണിന് ശേഷം അത് 10th ഹൗസിലേക്ക് മാറുന്നു. 4th ഹൗസിൽ രാഹു, 5th ഹൗസിൽ ശനി, 6th ഹൗസിൽ ശുക്രനും വീനസും സെയിം. 7th ഹൗസിൽ സൂര്യനും ബുധനും, 8th ഹൗസിൽ വ്യാഴം, 10th ഹൗസിൽ കേതു. ഇങ്ങനെയാണ് ഇപ്പോൾ ഈ മാസം, ജൂൺ മാസം നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കുറച്ച് വീക്കായിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ ഹെൽത്ത് നോക്കുന്നത് എപ്പോഴും 1st ഹൗസിൽ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ചൊവ്വ ഇപ്പോൾ ഇരിക്കുന്നത് 9th ഹൗസിലാണ്. അപ്പോൾ 10th ഹൗസിലോട്ട് അത് 7 ജൂണിന് ശേഷം വരുന്നതായിരിക്കും. അപ്പോൾ ചൊവ്വ നീച സ്ഥിതിയിലാണ് ഇരിക്കുന്നത്. പിന്നെ വ്യാഴം 8th ഹൗസിൽ അത്ര നല്ലതല്ല. അപ്പോൾ കുറച്ച് ഇമ്മ്യൂണിറ്റി പ്രോബ്ലം, നിങ്ങളുടെ ഒരു കുറച്ചൊന്ന് വീക്കായിട്ട് ഡൗൺ ആയിട്ട് ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ 5th ഹൗസിൽ ശനിയുമുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നിങ്ങളുടെ വയറ് സംബന്ധമായ രോഗങ്ങൾക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ആഹാരം നിയന്ത്രിക്കണം. പുറത്തുനിന്നുള്ള ആഹാരം തീർത്തും നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. വീട്ടിലുണ്ടാക്കുന്ന ആഹാരങ്ങൾ മാത്രം